ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മഞ്ജുശ്രീ കുക്കിംഗ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ അടിപൊളി ദാൽ ഫ്രൈ എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കിയെടുക്കുക എന്നുള്ള റെസിപ്പിയുമായിട്ടാണ്. ഇത് നമുക്ക് ചോറിൻ്റെ കൂട്ടത്തിൽ മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റുള്ള കറിയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാനാണെങ്കിൽ വളരെ ഈസിയാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസാണ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. 1 കപ്പ് മൂങ്ക് ദാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറുപയർ ദാളാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഒന്ന് സോക്ക് ചെയ്തെടുത്ത് ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ളതാണ്. അത്ര ആവശ്യമില്ല, സോക്ക് ചെയ്തില്ലെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്കിത് വെന്ത് കിട്ടും. പിന്നെ വേണ്ടത് ഒരു ചെറിയ സവോള, ഒരു ചെറിയ തക്കാളി, ഒരു പച്ചമുളക് ഇനി വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അതിന് പകരം നിങ്ങൾക്ക് ജിഞ്ചർ ഗാർലിക് ചോപ്പ് ചെയ്തെടുത്താലും മതിയാവും. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. പിന്നെ കടുക് വറുക്കാൻ ആവശ്യമായിട്ടുള്ളത് 1 ടീസ്പൂൺ ജീരകം, 2 വറ്റൽമുളക്, കുറച്ച് മല്ലിയില. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി. ഇനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഈ കഴുകി വെച്ചിട്ടുള്ള ദാളൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ദാൽ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ദാളിന് മീതെ എത്തിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ട ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. എന്നിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിൽ വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം ഒന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ 2 വിസിൽ കഴിഞ്ഞ് ഞാൻ കുക്കർ തുറന്നു. ദാൾ ഇങ്ങനെയാണ്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് മതി. ഇതിവിടെ ഇരിക്കട്ടെ. നമുക്കിനി എങ്ങനെയാണ് ദാൽ ഫ്രൈ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു പാൻ വെച്ചു. അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, പക്ഷേ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്താണ് ദാൽ ഫ്രൈക്ക് ആ ഒരു ഒറിജിനൽ ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തു. 2 വറ്റൽമുളക് ചേർത്ത് കൊടുത്തു. വറ്റൽമുളക് ഞാൻ മുറിച്ചിട്ടില്ല, അതേപോലെ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ജീരകം നന്നായിട്ട് മൂത്ത് വരണം. നന്നായിട്ട് മൂത്തിട്ട് നല്ലൊരു സ്മെല്ല് നമുക്ക് കിട്ടണം. അതാണ് എൻ്റെ കറക്റ്റ് പാകം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഒരു ചെറിയ സവോള ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടത്തേക്ക് 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചോപ്പ് ചെയ്തിട്ടുള്ള ജിഞ്ചർ ഗാർലിക് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഈ ഒനിയൻ നന്നായിട്ടൊന്ന് ട്രാൻസ്പെറൻറ്റ് ആവുന്നവരെ, അതിൻ്റെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ മസാലയുടെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറി വരണം. അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ തക്കാളി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് ഇതിനകത്തുനിന്ന് ഓയിൽ സെപ്പറേറ്റ് ആയിട്ട് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ടൊമാറ്റോ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരട്ടെ. ടൊമാറ്റോ ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. എണ്ണ ചെറുതായിട്ട് തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ദാൽ ചേർത്ത് കൊടുക്കാം. ദാൽ ചേർത്ത് കൊടുത്ത ശേഷം ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. കാരണം ഇനി നമുക്കിത് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ
അപ്പോൾ ഇത്രയേ ഉള്ളൂ. ദാൽ ഫ്രൈ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. വളരെ ടേസ്റ്റുള്ള ഈ ദാൽ ഫ്രൈ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റുള്ള കറിയാണ്. ഇതിന് മുകളിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് അതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് മല്ലിയില കൂടെ വെച്ചിട്ട് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട് അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.